ഇത് നമ്മുടെ പോത്തങ്കോട് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന റോഡാണ്. നല്ല സൂപ്പറായിട്ടാണ് റോഡ് ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ മഴ പെയ്തതിന് ശേഷമുള്ള ഈ റോഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ആ പരിസരവാസികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഷെയർ ചെയ്യുക. പണ്ട് ഞാൻ ഒത്തിരി ഈ വഴി കൂടെ യാത്ര ചെയ്തിട്ടുള്ളതാണ്. അന്നത്തെ റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. മാത്രമല്ല, ഒരു നൊസ്റ്റാൾജിയ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതുപോലെ പലയിടത്തും ലിഫ്റ്റ് ചോദിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഈ റോഡിനെ കുറിച്ചാണ്. ശരിക്കും ഇന്നത്തെ ഈ റോഡിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. നല്ല നീറ്റായിട്ടാണ് റോഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് എന്തായാലും ഇത്രയും കോടികൾ മുടക്കി ഈ റോഡ് ചെയ്ത സമയത്ത് സൈഡിൽ നമുക്ക് ശ്രദ്ധിച്ചറിയാം, സൈഡിൽ ചെറിയ വാൾസ് ഉണ്ട്. ആ വാൾസിന് അപ്പുറത്തൂടെ ആൾക്ക് നടക്കാനുള്ളൊരു ഫുട്പാത്ത് വരെ അവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയുള്ളൊരു പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഈ ഫുട്പാത്തിൻ്റെ അവിടെ കംപ്ലീറ്റ് ഡിഗ് ചെയ്ത് അവിടെ ഒരു ഓട ചെയ്തിട്ട് ആ ഓടയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഔട്ട്ലെറ്റ്, അതായത് ഇതിനകത്ത് ഈ റോഡിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ആ ഔട്ട്ലെറ്റിലൂടെ ഓടയിലേക്ക് ഇറങ്ങുന്ന രീതിയിലൊരു സംവിധാനം കൂടെ ചെയ്തിരുന്നുവെങ്കിൽ പിന്നെ വേൾഡ് ക്ലാസ് ആയനെ ഈ റോഡ്. അതായത് ആ ഓട ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സ്ലാബ്സ് നിരത്തി നല്ലൊരു ഫുട്പാത്തും കൂടെ അവർ സെറ്റ് ചെയ്തിരുന്നുവെങ്കിൽ സൂപ്പറായിരുന്നേ. ഞാനിതിപ്പോൾ ആരും കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞതല്ല. പക്ഷേ എങ്കിലും മഴ പെയ്തതിന് ശേഷം ഈ റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ വെള്ളം വന്ന് നിറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ മീഡിയയിൽ ഒരുപാട് വാർത്തകൾ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു കുഞ്ഞ് സജഷൻ ഷെയർ ചെയ്തു എന്ന് മാത്രം.